അർജന്റീനക്ക് ഫൈനലിൽ എത്താൻ വേണ്ടിയിട്ട് ഫിഫ ഒരുക്കിയ ഒരു നാറിയ പരിപാടിയാണ് കഴിഞ്ഞ നോർവേയും ബ്രസീലും തമ്മിൽ നടന്ന മത്സരം. നിങ്ങൾ കണ്ടില്ലേ, മനഃപൂർവ്വം നോർവേക്കാരെ ജയിപ്പിച്ചുകൊണ്ട് ഫിഫ പ്രസിഡന്റ് മെസ്സിനെയും കൂട്ടരെയും ഫൈനലിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് എന്ത് തെണ്ടിത്തരല്ലേ കാണിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. വേൾഡ് കപ്പ് സ്റ്റാർട്ട് ചെയ്തത് മുതൽ ഈ നാറിയ മഞ്ഞകൾ പറഞ്ഞുണ്ടാക്കുന്നത് എന്താ പറയുക, സിനിമ സ്റ്റൈൽ മൂവ്മെൻ്റ് ആണ് ഫിഫ നടത്തുന്നത് മെസ്സിനെയും കൂട്ടരെയും ഫിഫ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട്. നട്ടലുണ്ടല്ലോ കൈമാറി എത്രയും കാലമായിട്ട് നിങ്ങൾ കൊടിയും പിടിച്ച് നടക്കുന്നുണ്ടല്ലോ, ഫ്ലെക്സും വെച്ചാണ്ട് വലിയ വീമ്പത്തരം പറഞ്ഞാണ്ട് വേണോ ഒരു ടീമിനോട് തോറ്റിട്ട് ഇതേപോലത്തെ നൊണ്ടി ന്യായങ്ങൾ ഇതൊക്കെ പറഞ്ഞിട്ട് എടാ നിങ്ങൾ ജയിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നിങ്ങൾ തന്നെയല്ലേനോ ബ്രസീൽ അർജന്റീനക്ക് സെമിയിൽ കിട്ടുക. ബാക്കി ടീമൊക്കെ നിങ്ങൾക്ക് ലോക്കൽ ടീമാണ്. ബ്രസീൽ എന്താ മോശമില്ലാത്ത ടീമല്ലേ, 5 വേൾഡ് കപ്പ് 19ാം നൂറ്റാണ്ടിൽ കൊണ്ടുപോയി ഒരു 3 വളക്കപ്പും എന്താ പറയുക മണ്ണെണ്ണക്കും ഒരു 2 വേൾഡ് കപ്പും ഉണ്ട്. എന്നിട്ട് അതും പിടിച്ചോണ്ട് ഇനി നിങ്ങൾക്ക് അത് പറഞ്ഞ് നടക്കാം, ഇനി അതിനെ പറ്റത്തുള്ളൂ. അത് വേറെ കാര്യം. 28 വർഷമായിട്ട് ഒരു കപ്പ് ഉണ്ടെങ്കിൽ പറയാണ്ട് ഒരു കപ്പുണ്ടോ. കഴിഞ്ഞ കളിയിൽ കബേവർദ്ധനായിട്ട് മുട്ടിട്ട് തൂറി എന്നും പറയാണ്ട് അർജന്റീനക്കാരെ ട്രോളാനും കബേവർദ്ധൻ്റെ കൂട്ടും പിടിച്ചാണ്ട് അർജന്റീനക്ക് ഇട്ട് താങ്ങാനും നടക്കുകയാണ്. നാണുണ്ടല്ലോ കൈമാരങ്ങൾക്ക് കുറച്ചേരം ഉളുപ്പ് എന്ന് പറയുന്ന സാധനം. ഈ കളിയും കളിച്ചാണ്ട് നിങ്ങൾ കബേവർദ്ധൻ്റെ അടുത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൊട്ടകം വാങ്ങിയെന്ന് പറയുന്നത്. അർജന്റീന ആയതുകൊണ്ടും അർജന്റീനയുടെ കളീൻ്റെ സ്റ്റൈൽ അതായതുകൊണ്ടാണ് അവർ പിടിച്ചത് തന്നെ. അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, കാരണം നിങ്ങൾ തലൻ്റെ ഉള്ളിൽ വെറും മഞ്ഞത്തരാണ്, മഞ്ഞ. അത് നിങ്ങൾ പറയാൻ പറ്റുള്ളൂ. ഒന്ന് ആലോചിച്ച് ഈ വേൾഡ് കപ്പിൽ എത്രയോ ടീമുകൾ 40 ടീമുകൾ മാറ്റി എടുക്കുന്നുണ്ട്. എല്ലാ ടീമുകളും ഈ ആഫ്രിക്കൻ ടീമുകളൊക്കെ അടിച്ച പൊളി കളി കളിച്ച് വരികയാണ്. എന്നിട്ട് അതിനിടയിൽ മെസ്സിക്കും വേണ്ടിയിട്ട് ഫിഫ ഉണ്ടാക്കാൻ കൊടുക്കണം പോലും. ക്രിസ്ത്യാനോൻ്റെ ടീം പോർച്ചുഗൽ പൈസ ഇപ്പോൾ ഇനി എന്താ പറയുക, ഇപ്പോൾ ബ്രസീലും പൈസ വാങ്ങി. നല്ല രസമാണ് ബ്രസീലുകാരെ ന്യായം കേൾക്കാനൊക്കെ. 2002 ശേഷം ഒരു യൂറോപ്യൻ ടീമായിട്ട് നോക്കൗട്ടിൽ ഇതുവരെ ബ്രസീലിന് ജയിച്ചാൻ പറ്റിയിട്ടില്ല. 2002 ശേഷം നിങ്ങൾ ആലോചിക്കണം, 2002 വേൾഡ് കപ്പ് അടിച്ചതിന് ശേഷം നോക്കൗട്ട് കിടക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അത്രയും താരം താഴ്ന്ന ടീമിനും വേണ്ടിയിട്ടാണ് ഈ 5 വേൾഡ് കപ്പ് പൊക്കി പിടിച്ചാണ്ട് ഈ വളക്കപ്പും പിടിച്ചാണ്ട് വലിയ അഭിമാനം പറഞ്ഞു നടക്കുന്ന നാറികൾ. ഉളുപ്പുണ്ടല്ലോ ഇങ്ങനെ പറയുന്നത്. ആഞ്ചലോട്ടി, ഡോണി, മാങ്ങാത്തോലി ജപ്പാനെ കിട്ടിയപ്പോൾ സെക്കൻഡ് ഹാഫിൽ കാണിച്ച മാങ്ങാത്തോലി എന്തെങ്കിലും നോർവേൻ്റെ അടുത്ത് കാണിക്കാൻ എന്താ നിങ്ങൾ ആഞ്ചലോട്ടി ഡോണല്ലേ കളി മാറ്റാൻ എന്തേ. ജപ്പാനെ കിട്ടിയപ്പോൾ കടന്നാണ്ട് 2-3 ഗോൾ അടിച്ചപ്പോൾ ഇതിന് ഭൂമി ഉരിങ്ങിയ പോലെയാണ് ബ്രസീലുകാർക്ക്. എൻ്റെ മോനെ എന്താ പറയാ, നിങ്ങളൊക്കെ ഇതിലറിഞ്ഞ് എങ്ങനെ പറയാം, പറഞ്ഞിട്ട് കാര്യം. കാരണം നിങ്ങൾ തോറ്റിട്ടും എണ്ണം വാങ്ങിയിട്ടാക്കിയിട്ടും ഒരു ഉളുപ്പും മാനല്ല. അത് 5 വേൾഡ് കപ്പ് വളക്കപ്പിൻ്റെ കഥയും പറഞ്ഞാൽ നടക്കുകയാണ്. ഇനി ഈ തോൽവിൻ്റെ ക്രെഡിറ്റും മെസ്സിൻ്റെ അർജന്റീനയും തലയിക്കിട്ട് വരാൻ നിൽക്കണ്ട. കുറച്ചേരം ഉളുപ്പുണ്ടെങ്കിൽ മുണ്ടാതെ നിന്നോളൂ. ഇനി അതിന് നിങ്ങൾക്ക് പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞ് തീർന്നു, ഇനി മിണ്ടാതിരിക്കുക, അതേ നിങ്ങൾക്ക് ഓപ്ഷനുള്ളൂ. എടാ ഒരു സമയത്തുണ്ടല്ലോ അർജന്റീന പരാജയപ്പെട്ടിട്ട് വർഷങ്ങളായിട്ട് കപ്പ് കിട്ടാതെ എല്ലാ മാച്ചുകളും ഫൈനലുകളൊക്കെ പരാജയപ്പെട്ട് പുറത്തു പോയിട്ടിരുന്നപ്പോൾ മെസ്സി പറഞ്ഞൊരു വാക്കുണ്ട് കഴിഞ്ഞ വേൾഡ് കപ്പ് അടിച്ച ശേഷം, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഡിഫെൻഡ് ചെയ്ത ഒരു കൂട്ടം ആരാധകരും ഒരു കൂട്ടം ജനങ്ങളും ഞങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്, അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വിജയം സമർപ്പിക്കുന്നതെന്ന് മെസ്സി പറഞ്ഞൊരു ഒരു സന്ദർഭമുണ്ട്. അതൊക്കെ ഉണ്ടല്ലോ. അതേപോലെ ആ ഡിഫെൻഡ് ചെയ്യാന്ന് പറയുന്നുണ്ടല്ലോ, അവിടെയാണ് ഒരു ആരാധകരും പ്ലേയേഴ്സും തമ്മിലുള്ള ബന്ധം കിടക്കുന്നത്. അത് നിങ്ങൾക്ക് ബ്രസീലുകാർക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. നിങ്ങൾ ആൺകുട്ടികൾ കപ്പ് കൊണ്ടുപോകണ കണ്ടോളി. ഞാൻ അതിന് വാട്ടം പിടിച്ചാണ്ട് ഇതുപോലത്തെ ഒരു നുണക്കഥകളും പറഞ്ഞുണ്ടാക്കിയാണ്ട് എന്ത് കണ്ടെത്താൻ പറ്റുന്നൊക്കെ കണ്ടെത്തി വരും. ഇനി ഏതായാലും നിങ്ങൾക്ക് 24 അവർ ഡ്യൂട്ടി ആക്കാം. കാരണം എങ്ങനെയും മെസ്സിനെ ഫിഫ ബോയ് ആക്കണം, മെസ്സിക്ക് 2 കപ്പ് ഉണ്ടാക്കണം, പല കഥകളും നിങ്ങൾക്ക് മേനെ ഉണ്ടാക്കണ്ടാവും. ഏതായാലും നിങ്ങൾ വരി.